പത്തനംതിട്ട പോക്സോ കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 6 ആയി. അതേസമയം +2 വിദ്യാർത്ഥിനിയുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പോഴും പ്രചരിക്കുകയാണ്. 16-കാരിയെ സൗഹൃദം നടിച്ച് പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ ആകെ 20 പ്രതികൾ. ഇവരിൽ ചിറ്റാർ സ്വദേശി ആഷിഖ് ആസാദ്, കോന്നി സ്വദേശി നവനീത് എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയും ചിലയിടങ്ങളിൽ കൊണ്ടുപോയും പ്രതികൾ ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരും പ്രതികളാണ്. സീതത്തോട് സ്വദേശികളായ 7 പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചിറ്റാറിൽ നിന്നുള്ള 4 പേരും. വിദൂരങ്ങളിൽ നിന്നുള്ളവർ സമൂഹമാധ്യമങ്ങൾ മുഖേനയാണ് +1 വിദ്യാർത്ഥിനിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയൽ 17-കാരിയെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അത്രേ. ചിറ്റാർ സ്വദേശി യുവാവാണ് പെൺകുട്ടിയുമായി ആദ്യം പരിചയത്തിലാവുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദം പിന്നീട് ബലപ്പെട്ടു. തുടർന്ന് ഇരുവരും നഗ്നദൃശ്യങ്ങൾ പരസ്പരം കൈമാറി. ഇങ്ങനെ കിട്ടിയ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ യുവാവ് കൂട്ടുകാർക്ക് പങ്കുവച്ചു. തുടർന്ന് അവരിൽ പലരും +1 വിദ്യാർത്ഥിനിയുമായി സൗഹൃദത്തിലാവുകയും ദുരുപയോഗം ചെയ്യുകയുമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കാതിരുന്ന പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത്. അതേസമയം പിടിയിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ ചാറ്റ് ക്ലിയർ ചെയ്ത നിലയിലാണ്. ഇവ വീണ്ടെടുക്കുന്നതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.